അതായത് പിതാവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കൊണ്ടുവരാൻ ദൈവം കണ്ടുപിടിച്ച ഒരു പദ്ധതിയാണ് ഉടമ്പടി. മനസ്സിലായില്ലേ? തിരുത്തേക്ക് ദൈവം അതാണ് അത് ഭയങ്കര മർമ്മമുള്ള വചനമാണ്. അതായത് ഒന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്റെ വചനം നിങ്ങൾ പാലിക്കുകയും അപ്പോൾ എന്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളിൽ വാസമുറപ്പിക്കേണ്ടത് ആരാണ്? ദൈവമാണ്. മനസ്സിലായോ? നിങ്ങളെ പഠിച്ച കൂട്ടുകാർ കാനഡയിലുണ്ടെന്ന് പറഞ്ഞ് ഓടിയാൻ കണ്ടു ചെല്ലുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവസാനം കാണുന്ന അവസാനം എല്ലാം ദുരന്തമായിട്ട് മാറുകയാണ്. മനുഷ്യന്മാരിൽ നിങ്ങൾ ആശ്രയിച്ച് പോയാൽ പണി 8ൻ്റെ അല്ല 164ൻ്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവശ്യമില്ലാത്ത ഒരു മനുഷ്യനിലും മേ ബി അവർ നിങ്ങളെ സഹായിക്കാം, പക്ഷേ സഹായിക്കേണ്ടെന്ന ഒന്നൊന്നുമല്ല, അവിടെ സഹായം അന്വേഷിക്കേണ്ട എന്നൊന്നുമല്ല. പക്ഷേ നിൻ്റെ ആ ഫസ്റ്റ് ഓപ്ഷൻ ആരും അടിച്ചു മാറ്റരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളി പോലും നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ അടിച്ചു മാറ്റരുത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. വേറെ ആരെങ്കിലും കർത്താവ് എന്ന് വിളിക്കരുതെന്ന്. അല്ലെ, കർത്താവിൻ്റെ സ്ഥാനത്ത് കാണരുത്. മനസ്സിലായില്ലേ? കർത്താവ് എന്ന് വെച്ചാൽ നമ്മളെ നയിച്ച് ഭരിക്കുന്നവൻ. അൾട്ടിമേറ്റായിട്ട് അത് ദൈവം തന്നെയാണെന്ന് ഉടമ്പടി അർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യമായ സ്വാധീന ശക്തിയും എന്നെ നയിക്കുന്ന പ്രേരണാശക്തിയും അങ്ങ് തന്നെയാകാൻ എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ പുനർക്രമീകരിക്കണമേ. ശ്രുതികടേ ശിഷ്യങ്ങളുടെ ജീവിതത്തില് 1-ാം സ്ഥാനം നിനക്ക് മാത്രം നൽകുവാനുള്ള ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഒന്നാകെ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു ദൈവപിതാ സ്നേഹതാതാ ആരാധിക്കുന്നീതാ പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു കൈകൾ വീശിക്കൊണ്ട് ഒന്നാകെ വാഴ്ത്തുന്നു. ഒന്നാകെ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വാസം ഉറപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാവോ? അതാണ് ഉടമ്പടിയുടെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ വാസം ഉറപ്പിച്ചാൽ ഈശോ എന്നാ പറഞ്ഞത്? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഒന്ന് പറഞ്ഞേ, 14:10 അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 14:10. ഒന്ന് പറഞ്ഞ്, എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ ഉടമ്പടി വഴി ദൈവം നമ്മളിൽ വസിക്കുകയും പിന്നെന്താ ചെയ്യണത്? ദൈവം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ മെറിറ്റിലല്ല പിന്നെ കാര്യങ്ങൾ പോണത്.
നോട്ട് ബൈ മെറിറ്റ് എന്ന് ഞാൻ പറയണത് എന്തുകൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആകണമെന്ന് പറയുകയാണ്. ഇപ്പോൾ ഉടമ്പടിയുടെ കറക്റ്റ് ആപ്തവാക്യം എന്താണ്? എഫേസ്യസ് 2:8 എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപ. ഇതെങ്ങനെയാണ് യോഗ്യത ദൈവത്തിൻ്റെ കൃപയായി കൺവേർഷൻ നടക്കണതെന്നാണ് ഈ യോഹന്നാൻ 14:23 പറയണത്. മനസ്സിലായില്ലേ? ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കും. അപ്പോൾ എന്താ സംഭവിക്കണത്? അപ്പോൾ എൻ്റെ പിതാവാണ് എന്നിൽ വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് യോഹന്നാൻ 14:10 വായിച്ച മോളെ. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് ഏറ്റു പറഞ്ഞേ. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. അപ്പൊ ഇനി നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ലേ? ഇപ്പം റിയ ടോമിൻ്റെ സാക്ഷ്യങ്ങളിൽ റിയ ടോം പറയണത് എന്നാണെന്ന് അറിയത്തില്ല, ഉടമ്പടി എടുത്തോടുകൂടി എനിക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരൊക്കെ എന്നെ സഹായിക്കാൻ തുടങ്ങിയെന്ന്. അത് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് വിറ്റ്നസ്. എന്നുവെച്ചാൽ ഇവിടെ ഓരോ മൂവ്മെൻറ്റിലും കാര്യം ഇതിന് കുറേ മാസങ്ങളെടുക്കും. ഒന്നാമത്തെ കരിയർ ഗ്യാപ്പുണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് ഇവർക്ക് വിസ വരണം. വിസയൊക്കെ വരണമെന്നുണ്ടെങ്കിലേ എന്നിട്ട് ഈ റിയ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നിട്ട് ഈ പാസ്പോർട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മാതാവിനെ. എന്തിനാ പറയണത്? എനിക്ക് അമ്മയാണ് വിസ അടിച്ച് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ പേജ് കാണിക്കുന്നുണ്ട്, പാസ്പോർട്ടിൻ്റെ 24-ാം പേജെന്ന്. ഈ പേജിലാണ് അടിക്കേണ്ടതെന്ന്. സി ഹൗ ലവബിൾ ഷീസ്. നമ്മൾ ഞെട്ടിപ്പോവും. എന്നിട്ട് ആ 24-ാം പേജിൽ തന്നെ അമ്മ പാസ്പോർട്ടിൽ വിസ അടിച്ചുകൊണ്ട് വരും. നിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നിൻ്റെ ദൈവം അങ്ങനെയാണ് നിന്നെ സ്നേഹിക്കണത്. പിന്നെ അവർ പറയും സെപ്റ്റംബർ 18 എന്ന് പറയും. സെപ്റ്റംബർ 18 ഒരു ഡേറ്റാണ്. 18 അതായത് 18 എന്നാണ് അവർ പറയണത്. അമ്മയോട് പറഞ്ഞ ഡേറ്റ് 18. അപ്പോൾ 18-ാം തീയതി ഉച്ചവരെ അവർ വെയിറ്റ് ചെയ്യുമ്പോൾ ഹസ്ബൻഡ് അവരോട് ചോദിക്കുകയും, എടി ഇന്ന് 18 അമ്മ അത് ചെയ്യുമെന്ന് പറയും. എന്നിട്ട് പിന്നീട് ഇവർ പ്രെയറിൽ അങ്ങോട്ട് പോവുകയാണ്. അവസാനം രാത്രി 12 മണിയില്ലേ, 12 മണിക്ക് 1 മിനിറ്റ് ഉള്ളപ്പോഴാണ്, അതായത് 19-ാം തീയതിയിലേക്ക് മാറുന്നതിന് 1 മിനിറ്റ് ഉള്ളപ്പോൾ ഇമെയിലിൽ മെസ്സേജ് വരും. നോക്കി എന്ത് ഷാർപ്പാണ്. ദാറ്റ് മീൻസ് നീ പറഞ്ഞ ഡേറ്റ് തന്നെ. അപ്പോൾ ഇത് നടക്കത്തില്ലെന്ന് ഇവൾക്കറിയാം. കാര്യം അത്രയും ബുദ്ധിമുട്ടാണ്. പക്ഷേ തന്നെ സ്നേഹിക്കുന്ന, തന്നെ വിശ്വസിക്കുന്ന, തന്നെ ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി ദൈവം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. കൈയിട്ടിച്ച് കർത്താവിനെ സമയബന്ധിതമായി നന്ദി പറയുന്നു. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രോസസ്സ് നടക്കണം. മനസ്സിലായില്ല? നിങ്ങൾ ഉടമ്പടി എടുത്തു 5 പുതുക്കി 3 പുതുക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉടമ്പടി കൊണ്ട് സാധ്യമാകുന്ന ഈ പ്രോസസ്സ് നടക്കണം. എന്താണ്? എൻ്റെ വചനം പാലിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും. ബേസിക് ഉടമ്പടി ദൈവത്തെ സ്നേഹിക്കുന്നതാണല്ലേ. ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന് തോന്നിപ്പോയാൽ നമ്മൾ പിന്നെ ദൈവം ഓണർ ചെയ്യാൻ തുടങ്ങും. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നണം. നമുക്ക് തോന്നിയാൽ പറ്റത്തില്ല. ദൈവത്തിന് തോന്നിപ്പോയാൽ നമ്മളെ പിന്നെ ഓണർ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന പാസ്പോർട്ടിൽ തന്നെ ആ പേജിൽ തന്നെ അടിച്ചു വരുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷനിലെ അത്രയും അതുകൊണ്ട് അമ്മ, ഈ പരിശുദ്ധ അമ്മ
ഈ ഉടമ്പടി ചെയ്തപ്പോൾ ഇത് അനുഭവിച്ചതാണ്. അതുകൊണ്ട് അമ്മ ഇതിനൊക്കെ പറഞ്ഞ വേറെ വാക്കാണ് പറഞ്ഞത്. ഇപ്പം ഈശോ എന്നാ പറയണത്, നിങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് പാലിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് നിങ്ങളെ വസിക്കുമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് 14:10 വരുമ്പോൾ പറയും, അതുകൊണ്ട് പിതാവും ഞാനും തമ്മിൽ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന് പറയും, ഈശോ പറയും. അങ്ങനെ ഉടമ്പടി ചെയ്തുകൊണ്ടാണ് പിതാവ് വന്ന് എന്നിൽ വസിക്കണം. അതുകൊണ്ട് ഞാനല്ല ഈ പ്രവർത്തിക്കണം. കടലിൻ്റെ മീതെ നടക്കുന്നുണ്ട്, വെള്ളം വീഞ്ഞാകുന്നുണ്ട്, പക്ഷേ എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. കൈ ഇടിച്ച് കർത്താവിനോട് ഞങ്ങളിൽ പ്രവർത്തിക്കാനുള്ള വലിയ കരുണ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ മമ്മിയുടെ കൈ പൊള്ളിയിട്ട് വലിയൊരു പൊള്ളം ഉണ്ടായിരുന്നു. മമ്മിക്ക് ഷുഗർ ഉള്ളതാണ്, അപ്പോൾ അത് പഴുക്കും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേ ഒരു തവണ എനിക്ക് മമ്മീനെ ആ സമയത്ത് കാണാൻ സാധിച്ചുള്ളൂ. ഞാൻ വിശുദ്ധ തൈലം ആ കയ്യിൽ പുരട്ടിയിരുന്നു. പൂർണ്ണമായും അത് ചുങ്ങി നേരെ എത്തുമ്പോഴേക്കും അത് ചുങ്ങി കിട്ടുന്നുണ്ടായി. എൻ്റെ മാതാവ് എനിക്ക് നൽകിയ എല്ലാ അത്ഭുതത്തിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സജി, ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ ജനുവരി 20 ഉടമ്പടി എടുക്കാൻ ഇവിടെ ആദ്യമായിട്ട് വന്നത്. ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ കാൽ കുത്താൻ എനിക്ക് അവസരം തന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, എനിക്ക് 3 വർഷത്തോളമായിട്ട് യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. ഡോക്ടറിനെ കാണിച്ച് സ്കാൻ ചെയ്തു. അപ്പോൾ പറഞ്ഞു, ഇടയ്ക്ക് നോക്കണം, ഈ ഫൈബ്രോയിഡ് വലുതാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കൊള്ളണം പറഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം 5 പ്രാവശ്യം ഞാൻ സ്കാൻ ചെയ്തു. ഈ ലാസ്റ്റ് ഒരു ദിവസം അതിഭയങ്കരമായ വേദന ഉണ്ടായി. ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തു. വളരെ വലുതായി ഫൈബ്രോയിഡ്. എന്നോട് പറഞ്ഞു, ഈ ഓപ്പറേഷന് തയ്യാറായിട്ട് വരണം, നമുക്ക് ഓപ്പറേഷൻ ചെയ്തേക്കാം, എന്താണേലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, വേറെ വല്ല അസുഖമാവും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയിൽ ഒത്തിരി വിശ്വാസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മ എന്നെ കൈവടിയില്ലെന്ന് ഞാൻ എൻ്റെ അമ്മയോടും എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും എനിക്ക് വേണ്ടി ഒത്തിരിയും പ്രാർത്ഥിച്ചു. ഞാനിവിടെ വന്നു എനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ഇപ്പം വിശ്വാസ പ്രമാണം മുടങ്ങാതെ ഞാൻ ചൊല്ലി വയറ് കൈവച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ പിന്നെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറെ, എനിക്കൊരു സംശയമുണ്ട്, ഒന്നും കൂടെ എനിക്കൊന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, എന്തിനാ മോനെ ഇങ്ങനെ പൈസ കളയുന്നത്? ഞാൻ പറഞ്ഞു, സാരമില്ല, പൈസ പോയാലും സാരമില്ല, എനിക്ക് സ്കാൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് കൊച്ചിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞ് റിപ്പോർട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിൻ്റെ വിശ്വാസം ഞാൻ സമ്മതിച്ചിരിക്കുന്നു, എനിക്ക് യൂട്രസിനകത്ത് യാതൊരു കുഴപ്പമില്ല, ആ മുഴ പോയി എന്ന് പറഞ്ഞു. അതിന് ഞാൻ ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു. എനിക്ക് 10 വർഷത്തോളമായിട്ട് കഴുത്തിന് സ്പോണ്ടലൈറ്റിസ് അസുഖം ഉണ്ടായിരുന്നു. ഞാൻ വളരെ വിഷമിച്ചിരുന്നു. എനിക്ക് കടന്നുറങ്ങാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. കയ്യിൽ വേദന കാരണം, മരപ്പ് കാരണം രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുകയില്ലായിരുന്നു. ഞാൻ ചിലപ്പോൾ ഓർക്കും, എൻ്റെ ഈശോ എൻ്റെ ഈ കൈ ഇങ്ങോട്ട് വെട്ടിക്കളഞ്ഞാലോ എന്ന് ഓർക്കും. അതുപോലെ വേദനയായിരുന്നു. ഞാൻ പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു,
ഒത്തിരി എല്ലാവരോടും പറഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് പിന്നെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എണ്ണയും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. എൻ്റെ കൈ കൊണ്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം. 1 കിലോ വെയിറ്റ് പോലും എന്നോട് എടുക്കരുതെന്ന് പറഞ്ഞതാണ്. കുനിഞ്ഞു ഒരു പണിയും ചെയ്യാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന്, മൂന്നാമത്തെ അനുഗ്രഹം, എൻ്റെ ഭർത്താവിന് ഒരു 15 വർഷത്തോളമായിട്ട് നട്ടലിന് തേയ്മാനായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഡോക്ടർ പറഞ്ഞു, ഈ ഒരു പണിയും ചെയ്യരുത്, ബെൽറ്റ് ഇടണം, ബെൽറ്റ് ഇട്ട് കട്ടിലേക്ക് കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസത്തോളം കട്ടിലേക്ക് കിടന്നു. പിന്നെ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയിൽ അങ്ങനെ വിശ്വാസം കുറവായിരുന്നു എൻ്റെ ചേട്ടന്. ഞാൻ പറഞ്ഞു, ദൈവം നമ്മളെ സഹായിക്കും. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, എല്ലാവരോടും പറഞ്ഞു. എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം ചേട്ടന് നന്നായിട്ട് പണി ചെയ്യുന്നതിനും വെയിറ്റ് എടുക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ കൂടെ ഒരുമിച്ച്, എൻ്റെ മക്കളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഒരു നേരമെങ്കിലും എൻ്റെ ചേട്ടന് ഭർത്താവ് പ്രാർത്ഥിക്കാനിരിക്കണമെന്ന്, കുരിശ് വഹിക്കാൻ. ഞാൻ പറയുമ്പോൾ എന്നോട് പറയും, നീ പ്രാർത്ഥിച്ചോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ അതല്ലല്ലോ കുടുംബ പ്രാർത്ഥന. നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ കുടുംബ പ്രാർത്ഥന പൂർണ്ണമാകുന്നത്. നീ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മാതാപിതാക്കൾ. ഞാൻ ആഗ്രഹിച്ചതുപോലെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്നോട് ചോദിക്കും, പ്രാർത്ഥിക്കുന്നില്ലേ, വാ ഒരുമിച്ചിരുന്ന് നേരത്തെ പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് പറയും. എനിക്കത് എങ്ങനെ എൻ്റെ മാതാവിന് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒത്തിരി നന്ദി പറഞ്ഞ് ഞാൻ ഇനി ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ഫെമിന ജസ്റ്റിൻ. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ആദ്യമായിട്ട് ഉടമ്പടി ഇവിടെ വന്ന് എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ സീരിയസ് ആയിട്ട് ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. അതിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലാക്കാതെയാണ് ഞാൻ അന്ന് വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ ഞാനിത് ഉഴപ്പിപ്പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിലുണ്ടാവുകയും 2022 വരെ എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല പ്രശ്നങ്ങളല്ലാതെ. അത് കഴിഞ്ഞ് 2022 ജൂൺ ആയപ്പോൾ അന്നേരം ഞാൻ ഒരുപാട് എൻ്റെ മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുകയായിരുന്നു. അന്നേരം പെട്ടെന്ന് മാതാവ് എൻ്റെ മനസ്സിൽ എനിക്കൊരു ബോധ്യം തരികയും, നീ ഉടമ്പടി എടുത്തതല്ലേ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. അന്നേരം ഞാൻ 2019 ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അന്ന് കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിച്ചിരുന്നു. അതെൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. അതിനിടെ ഞാൻ അന്ന് ജൂൺ മാസത്തിൽ എടുക്കുകയും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഓൺലൈനിൽ അന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുകയും ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഞാൻ കൂടുതൽ കൃപാസനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ആദ്യം ചെയ്തത്. അതിനുവേണ്ടി കൂടുതൽ സാക്ഷ്യങ്ങൾ ഞാൻ യൂട്യൂബിൽ കേൾക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും കൂടാൻ തുടങ്ങി. എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ ഉപവാസവും ശനിയാഴ്ചകളിലും ഞാൻ ഉപവാസം എടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൂടുതൽ സമയം ജപമാല അർപ്പിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കാനഡ മൈഗ്രേഷൻ നോക്കുന്നൊരു വ്യക്തിയായിരുന്നു 2018 തൊട്ട്. പക്ഷേ അതൊന്നും സാധിച്ചിരുന്നില്ല. സോ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ജൂലൈയിൽ 13 ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു, എനിക്ക് IELTS എഴുതണം. ഞാനായിട്ടൊരു ഡേറ്റ് ഞാൻ എടുക്കില്ല, കാരണം ഞാൻ എടുത്താൽ ഞാൻ ഫെയിലായി പോവും, അതെനിക്കൊരു തീരുമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മ തന്നെ എനിക്കൊരു ഡേറ്റ് എടുത്ത് തരണമെന്ന് ഞാൻ ജൂലൈ 13, 2022 പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എനിക്ക് മാതാവ് എനിക്കൊരു ഡേറ്റ് തന്നു. 13, 15 എന്നുള്ള 2 ഡേറ്റാണ് എനിക്ക് തന്നത്. മാസം എനിക്ക് കിട്ടിയില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡേറ്റ് ഞാൻ കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു, പ്രാർത്ഥിച്ചിട്ട് എന്തായാലും പരിശുദ്ധ അമ്മ തന്ന ഡേറ്റ് അല്ലേ, ആ ഡേറ്റിൽ എനിക്ക് എക്സാം എഴുതാനുള്ള ഡേറ്റ് കിട്ടും എന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുശേഷം ഞാൻ അതിനുള്ള സാമ്പത്തികവും ചോദിച്ചു. കാരണം ഞാൻ 2 തവണ ഇതിനു മുന്നേ IELTS എഴുതി ഫെയിലായ ആളാണ്. അപ്പോൾ അതിനുള്ള ഒരു ഫീസും കൂടെ എനിക്ക് ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കതിനുള്ള സാമ്പത്തികവും കൂടെ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ജൂലൈ 18 എനിക്ക് 7 വർഷമായിട്ട് ഞങ്ങൾ ഒരു വ്യക്തിക്ക്, കുടുംബത്തിൽ തന്നെ ഒരു വ്യക്തിക്ക് കുറച്ച് പൈസ കടം കൊടുത്തിരുന്നു, ഒരു 7 lakh അടുത്ത്. സോ എനിക്കത് ജൂലൈ 18 തന്നെ എനിക്കത് തിരിച്ചു കിട്ടുകയും ചെയ്തു.
അന്നേരം ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഡേറ്റ് പിന്നെ ഞാൻ എനിക്ക് 15 എന്നുള്ള ഡേറ്റ് പരിശുദ്ധ അമ്മ തന്നത്. എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചത് സെപ്റ്റംബർ 15-നാണ്. ഓഗസ്റ്റ് 17-നാണ് ഞാൻ ഡേറ്റ് എടുത്തത്. സെപ്റ്റംബർ 15 എന്നുള്ള ഡേറ്റ് എനിക്ക് കിട്ടിയത്. ഞാൻ എക്സാം എഴുതുകയും അതിന് മുന്നേ ഡേറ്റ് എടുത്ത ശേഷം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ പോയി പഠിക്ക് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പഠിച്ചിട്ട് എനിക്ക് മാർക്ക് വേണ്ട. എനിക്ക് എപ്പോഴും ജോസഫ് അച്ഛൻ ധ്യാനത്തിലും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ മെറിറ്റിലല്ല ഗ്രേസാലാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് മെറിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ കുറേ പഠിച്ചതാണ്, ജോലിയൊക്കെ ചെയ്ത് നടന്ന ആളാണ്. അപ്പം എനിക്ക് അതിലൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. കാരണം IELTS പെട്ടെന്ന് പാസ്സാവും എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ മാറ്റി വെച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് മെറിറ്റാലേ എനിക്ക് ജയിക്കേണ്ട എൻ്റെ IELTS, എനിക്ക് ഗ്രേസ് കിട്ടിയാൽ മതി. അപ്പം ഞാൻ കൂടുതൽ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചു. ജപമാല ചൊല്ലാൻ തുടങ്ങി, അഖണ്ഡ ജപമാല ചൊല്ലാൻ തുടങ്ങി, ബൈബിള് പൂർണ്ണമായിട്ട് വായിക്കാൻ തുടങ്ങി. കൂടുതൽ പള്ളിയോട് അടുത്ത് പ്രവർത്തിക്കാനൊരു അവസരം എൻ്റെ ഇടവകയിൽ തന്നെ എനിക്ക് ലഭിച്ചു. പിന്നെ പരിശുദ്ധ കുർബാന പങ്കെടുക്കാനായിട്ടൊരു അവസരം ഉണ്ടായി. കാരണം 5:30-ക്കാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലേണ്ടത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് എണീക്കാൻ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് 5:30-ക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസും ജോസഫ് അച്ഛനിലൂടെ എനിക്ക് ധ്യാനത്തിലൂടെ എനിക്ക് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ കറക്റ്റ് 5:15 എണീക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിച്ചിരുന്നില്ല. ഒരു ദിവസം എൻ്റെ അടുത്ത് എനിക്കൊരു ബോധ്യം കിട്ടി, നീ ഇനിയും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ നീ ഇനിയും പോകേണ്ടത് നേരെ വിശുദ്ധ കുർബാനയ്ക്കാണ് എന്നൊരു ബോധ്യം കിട്ടി. അതിനുശേഷം ഞാൻ എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും സാധിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് സൗമ്യ, ഹസ്ബൻഡിൻ്റെ പേര് മിഥുൻ. ഞങ്ങൾ പാലക്കാട് മണ്ണാർക്കാട് നിന്ന് വരുന്നു. ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് ഓൺലൈൻ വഴിയാണ് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് അബോർഷനായി പോയിരുന്നു 2 മാസമായപ്പോൾ. അപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യത്തെ നിയോഗം ഓൺലൈനിൽ ഉടമ്പടി എടുത്തപ്പോൾ വെച്ചത്. അതിൻ്റെ ഫലമായിട്ട് 1 മാസം ആ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് 1 മാസം ആയപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ്. രണ്ടാമത്തെ നിയോഗം വെച്ച് ഞാനും ചേച്ചിയും OET എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് നിയോഗം വെച്ചിരുന്നു. ഞാനും ചേച്ചിയും എക്സാം പാസ്സായി. എൻ്റെ പേര് ഷിറിൻ സണ്ണി. ഞാൻ എറണാകുളം ജില്ലയിലെ കറുകുറ്റി സ്വദേശിയാണ്. ഞാൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. എനിക്ക് ചാലക്കുടി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രൊമോഷനായി ഹയർ സെക്കൻഡറിയിലേക്ക് കാസർഗോഡ് ജില്ലയിലേക്ക് ജോലി ലഭിച്ചു. ഞാൻ ജോലിക്ക് പ്രൊമോഷൻ എടുത്തപ്പോൾ എൻ്റെ കുഞ്ഞ് ചെറിയ കുട്ടി 1-ാം ക്ലാസ്സിലായിരുന്നു. അവൾക്ക് പാടില്ലാത്തൊരു കുട്ടിയായിരുന്നു. പക്ഷേ പ്രൊമോഷൻ എടുക്കണോ വേണ്ടതെന്ന് ഞാൻ കുറേ നേരം ആലോചിച്ചതിന് ശേഷം ഇവിടെ ആയാലും ജില്ലയിൽ നിന്ന് ദൂരം പോകണമായിരുന്നു, ഡിവിഷൻ 4 ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ ട്രാൻസ്ഫർ കിട്ടുമെന്നും പറഞ്ഞാണ് നമ്മൾ പ്രൊമോഷൻ എടുത്തത്, കാസർഗോഡ് പോയത്. പക്ഷേ ഞാൻ ചെന്നതിന് ശേഷം കമ്പാഷനേറ്റ് ഗ്രൗണ്ടിൽ ട്രാൻസ്ഫറിന് വേണ്ടി തിരുവനന്തപുരത്തൊക്കെ പോയി കയറി ഇറങ്ങി, ഒരു രക്ഷയും ഉണ്ടായില്ല. അതുപോലെ തന്നെ 2 ട്രാൻസ്ഫർ വന്നു, അതും മുടങ്ങിപ്പോയി, അതിലും കിട്ടിയില്ല. പിന്നെ 2018 ഒരു ട്രാൻസ്ഫർ വന്നു, അതിലും കിട്ടിയില്ല. 2019 ഞാൻ എൻ്റെ എല്ലാ ഫുൾ ക്വാളിഫൈഡ് ആയിരുന്നു, എന്നിട്ടും കിട്ടിയില്ല. എൻ്റെ ഒപ്പം പോയ ഒരു ടീച്ചർക്ക്, എൻ്റെ ഒപ്പം ഒരേ ദിവസം ജോയിൻ ചെയ്ത ടീച്ചർക്ക് അന്ന് ട്രാൻസ്ഫർ ലഭിച്ചു. ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് അപ്ഡേറ്റ് ചെയ്യാത്ത കാരണം എനിക്ക് കിട്ടിയില്ല. അതിനുശേഷം 2 വർഷം പിന്നെയും കൊറോണ കാരണം എനിക്ക് പിന്നെയും ട്രാൻസ്ഫർ നടന്നില്ല, കിട്ടിയില്ല. ഈ വർഷം എന്തായാലും ട്രാൻസ്ഫർ കിട്ടും, 6 വർഷമായി അപ്പോഴേക്കും. ഈ വർഷം എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഫെബ്രുവരിയിൽ ഇതിൻ്റെ പ്രൊവിഷണൽ ലിസ്റ്റ് ഇട്ടു. എന്നിട്ട് 1 മാസത്തിനുള്ളിൽ നടക്കേണ്ട ട്രാൻസ്ഫർ പിന്നെയും സ്റ്റേ ആയി. അങ്ങനെ ഇനി കിട്ടുമോ ഇല്ലേന്ന്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ടീച്ചർ പറഞ്ഞു, കൃപാസനത്തിൽ പോ ടീച്ചറെ, കൃപാസനത്തിൽ പോ. എന്ത് ചെയ്താൽ കൃപാസനത്തിൽ വരണമെന്ന് വിചാരിച്ചിട്ട് വരാൻ ഒരിക്കലും സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെയും ട്രാൻസ്ഫർ വൈകുന്ന നേരത്ത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചിക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞു. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്ന് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒട്ടും തന്നെ വൈകിയില്ല. പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ കൃപാസനത്തിലെത്തി. എന്നിട്ട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആ ചേച്ചിയുടെ എൻ്റെ എല്ലാ നിയോഗങ്ങളും കൂടി വെച്ചു. എന്നിട്ട് ഏപ്രിൽ 27-നാണ് ഈ വർഷം നിയോഗം വെച്ചത്. മെയ് 1 മാസം തികയുന്നതിന് മുമ്പ് മെയ് 23-ാം തീയതി തന്നെ എനിക്ക് ട്രാൻസ്ഫറിൻ്റെ ഓർഡർ വന്നു. മെയ് 24-ന് ഞാൻ
അങ്കമാലിക്കടുത്ത് വീടിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തു. മെയ് 25-ന് ഞാനിവിടെ വന്നു സാക്ഷ്യപ്പെടുത്തണം, ഈ ആൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തണമെന്ന് വെച്ച് വന്നതാണ്. അന്ന് പറ്റിയില്ല. ഇപ്പോഴാണ് ഇത് കിട്ടിയത്. പരിസമ്മയ്ക്കും അതുപോലെ തന്നെ തിരുക്കുമാനും കോടാനും കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് റോസമ്മ ചാക്കോ. ഞാൻ കോട്ടയം ജില്ലയിൽ ചേനപ്പാടി തരകനാട്ടുകുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ജൂലൈയിലാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ ആദ്യം വെച്ചിരുന്ന നിയോഗം എൻ്റെ വീട്ടിൽ കുടുംബസമാധാനം ഉണ്ടാകണമെന്നുള്ളതായിരുന്നു. അന്നു മുതൽ ഞങ്ങളുടെ വീട്ടിൽ യാതൊരു പ്രശ്നവും ഇല്ല, സമാധാനത്തോടെ കഴിയുന്നു. പിന്നെ എൻ്റെ മകന് പനി കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ സമയത്ത് അവന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് 42,000 വരെ ആയി. അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, മോൻ എത്രയും വേഗം സുഖപ്പെടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. പിറ്റേ ദിവസം കൗണ്ട് നോക്കിയപ്പോൾ അത് 97,000 ആയി മാറി. അങ്ങനെ മോനെ പെട്ടെന്ന് കൗണ്ട് കൂടി സുഖമായി വന്നു.